ഹലോ, ഇന്ന് നിങ്ങൾക്ക് മനോഹരമായിട്ടുള്ള നമ്മുടെ ഡെൻഡ്രോബിയം, അതായത് പലതരത്തിലുള്ള വെറൈറ്റീസ് നിറച്ച് പൂക്കളുണ്ടായി നിൽക്കുന്ന മനോഹരമായ കാഴ്ചയും അതിൻ്റെ ചെറിയൊരു കെയറിങ്ങും കൂടിയാട്ടോ ഷെയർ ചെയ്യുന്നത്. ഇതുപോലെ മഴക്കാലത്തും ഇതുപോലെ നിറച്ച് പൂവുണ്ടായി നിൽക്കുന്ന കാഴ്ച അധികം കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതെൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി നമ്മുടെ ജിനി. ഇതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് ജിനിയുടെ ഈ ഒരു ഡെൻഡ്രോബിയത്തിൻ്റെയും മറ്റു ഓർക്കിഡുകളുടെയൊക്കെ മനോഹരമായ കാഴ്ച നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നു. 1,00,000-ലധികം ആളുകൾ ആ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ഒത്തിരി കമൻസും നല്ല അഭിപ്രായം പറഞ്ഞു. നമ്മുടെ മിനിയേച്ചർ ടൈപ്പ് ആയ കോമ്പാക്റ്റത്തിൻ്റെ 3 വെറൈറ്റി ഉണ്ട് കേട്ടോ. അതാണ് ശരിക്കും നിറച്ച്, അതായത് ഓരോ കൊമ്പിലും സ്പൈക്ക് വന്ന് നിറച്ച് പൂക്കൾ ഉണ്ടായി കിടക്കുന്നത് കേട്ടോ. അതുപോലെ ട്വിസ്റ്ററിൻ്റെ സീസർ റെഡ് ലിപ്സിൻ്റെ ഒരു വെറൈറ്റി ഉണ്ട്. പിന്നെ എനിക്ക് പേരുകളൊന്നും ശരിക്കും കറക്റ്റ് അറിയില്ല കേട്ടോ, ചില പേരുകൾ മാത്രമേ അറിയുള്ളൂ. ഒത്തിരി വെറൈറ്റീസ് ജിജിയുടെ കയ്യിലുണ്ട്. ജിജി അത് സീഡ്ലിങ്സ് വാങ്ങിയിട്ട് അത് എത്ര നാൾ പരിചരിച്ച്, അതുപോലെ അതിന് വേണ്ട കെയറിങ് കൊടുത്ത്, അതിന് വേണ്ട യഥാസമയം അതിൻ്റെ വളങ്ങളൊക്കെ ചെയ്ത് കീടനാശിനികളൊക്കെ അടിച്ച് അതിനെ നല്ല ഹെൽത്തി ആയിട്ടെടുത്ത് ഇതേപോലെ ഈ മനോഹരമായിട്ട് പൂക്കൾ അതിനകത്ത് ഉണ്ടാവണമെങ്കിൽ ഒത്തിരി അധ്വാനം ഉണ്ട് കേട്ടോ. അതിന് ഞാൻ ജിജിയെ സമ്മതിച്ചു തന്നിരിക്കുന്നു. എനിക്ക് എപ്പോഴും ഞാൻ ഓർക്കിഡ് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് എൻ്റെ കൂട്ടുകാരിയുടെ ഈ പ്രിയപ്പെട്ട ഓർക്കിഡുകൾ തന്നെയാണ്. ഇത്രയും മനോഹരമായ ഓർക്കിഡുകൾ ചിലപ്പോൾ നേഴ്സറികളിലൊക്കെ അവർ പൂക്കളുള്ളത് തായ്വാനിൽ നിന്നോ അല്ലെങ്കിൽ തായ്ലാൻഡിൽ നിന്നൊക്കെ ഇറക്കി നമ്മളെ കാണിക്കുന്ന ഒരു കാഴ്ചയിൽ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ പരിചരിച്ച് ഉണ്ടാക്കി വളർത്തി വലുതാക്കി കിട്ടുന്ന ഒരു ഫലമാണ്. അപ്പോൾ ജിജിയെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല കേട്ടോ. ഇത് കൂടുതലും നമ്മുടെ വീടിൻ്റെ സൺഷൈൻ്റെ ഭാഗത്ത് ഇതേപോലെ ഒരു കമ്പിയിലാണ് ഇതെല്ലാം ഹാങ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാർഷ്യലി വെയിലും പാർഷ്യലി തണലും കിട്ടുന്നതുകൊണ്ട് തന്നെ പൂക്കൾക്ക് ഏറ്റവും നല്ലതാണെന്നാണ് ജിജി പറഞ്ഞത്. അതുപോലെ കുറേ ഫെൻലോപ്സിസിൻ്റെ വെറൈറ്റീസും ആളുടെയിലുണ്ട്. അതും സീഡ്ലിങ്സ് വാങ്ങി വളർത്തി ഇതുപോലെ പൂക്കളായി വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരുകളൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ ജിനിയുടെ കളക്ഷനിൽ കുറേ ഫെൻലോപ്സിസും ഇതുപോലെ ഉണ്ട്. പിന്നെ നമ്മുടെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് PVC പൈപ്പിൽ ഇതേപോലെ എല്ലാത്തരം ഡെൻഡ്രോബിയം ഇടകലർത്തിയിട്ട് പലതരത്തിലുള്ളത് വെച്ച് ഇതേപോലെ മനോഹരമാക്കി എടുത്തിരിക്കുന്നതാണ്. ഇതും സീഡ്ലിങ്സ് പിടിപ്പിച്ച് ഇതേ രീതിയിലേക്ക് പൂവാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവം എന്ന് വെച്ചാൽ നമുക്ക് സീഡ്ലിങ്സിൽ നിന്ന് ഇതുപോലെ വളർത്തിയെടുക്കുമ്പോൾ ഒത്തിരി നാൾ നമ്മുടെ ചെടികളിൽ പൂക്കൾ ഇങ്ങനെ നിന്നോളും, ചെടി നശിച്ചു പോകില്ല, നന്നായിട്ട് വേരോട്ടം കിട്ടിയിട്ട് ഇതുപോലെ വന്നോളും. ഇപ്പോൾ PVC പൈപ്പിലൊക്കെ ഗ്രീൻ നെറ്റ് ചുറ്റിയിട്ട് ചുമ്മാ അതിനകത്തേക്ക് സീഡ്ലിങ്സ് വെച്ച് കൊടുത്തിട്ട് വളർത്തിയെടുക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുമ്പോൾ നമുക്കും ഇതുപോലെ ഓർക്കിഡൊക്കെ വളർത്താനായിട്ട് ഒരു ഇൻസ്പിറേഷൻ ആവും. അപ്പോൾ വളപ്രയോഗത്തെ പറ്റി ചോദിച്ചപ്പോൾ ജിജി പറഞ്ഞത്, നമ്മൾ സീഡ്ലിങ്സിന് വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഗ്രീൻ കെയർ നമ്മളത് ഒരു 4 ദിവസം കൂടുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കും. അതിൻ്റെ കൂടെ ഇപ്പോൾ ഗ്രീൻ കെയറിൻ്റെ കൂടെ തന്നെ ഒരു 1 ലിറ്റർ വെള്ളത്തിലാണെങ്കിൽ ഒരു നുള്ള് മാഗ്നീഷ്യം സൾഫേറ്റും കൂടി ചേർക്കും എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നല്ല വളർച്ചയ്ക്ക് നന്നായിരിക്കും. അതുപോലെ പൂക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഗ്രീൻ കെയർ ആണെങ്കിൽ അത് അടിച്ചു കൊടുക്കുമ്പോഴും മച്ചുറായിട്ടുള്ള ചെടികൾക്ക് അടിച്ചു കൊടുക്കുമ്പോൾ അതിനകത്തും ഒരു നുള്ള് മാഗ്നീഷ്യം സൾഫേറ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് ചേർത്ത് അടിക്കാറുണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ മഴക്കാലത്ത് ഇതിനകത്ത് ഓർഗാനിക് ഫെർട്ടിലൈസർ അടിച്ചു കൊടുക്കൽ കുറവാണ്. ഈ ഒരു രീതിയിലുള്ള, അതായത് ഗ്രീൻ കെയറോ അല്ലെങ്കിൽ 19-19 മാറി അടിക്കുന്നതാണ്. അപ്പോൾ 4 ദിവസം കൂടുമ്പോഴാണ് വളപ്രയോഗം കൊടുക്കുന്നത്. അപ്പോൾ 4 ദിവസം, ഒരു ദിവസം നമ്മൾ ഗ്രീൻ കെയർ കൊടുത്ത് അത് കഴിഞ്ഞൊരു 4 ദിവസത്തെ ഗ്യാപ്പിൽ നമ്മൾ 19-19 ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒരു 1 ലിറ്റർ വെള്ളത്തിൽ 5 ഗ്രാം ഡൈല്യൂട്ട് ചെയ്തിട്ട് അടിച്ചു കൊടുക്കാമെന്നാണ് പറഞ്ഞത് കേട്ടോ. അതുപോലെ നമ്മുടെ വാൻഡ മക്കാറയുടെയൊക്കെ സീഡ്ലിങ്സ് വാങ്ങി അതും പുതിയ കളക്ഷൻ തുടങ്ങിയിട്ടുണ്ട്. അത് ചട്ടിയിൽ വെറുതെ കരിയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ചിരിക്കുന്ന ചെടികളൊക്കെ നേരിട്ട് മഴ കൊള്ളുന്നിടത്തല്ല കേട്ടോ വെച്ചിരിക്കുന്നത്. ഒരു സൺഷെയ്ഡ്, ഒരു ചെറിയ ചാറ്റിൽ മഴ കൊണ്ടാലും കുഴപ്പമില്ല, കാറ്റടി കൊണ്ടാലും കുഴപ്പമില്ല. പക്ഷെ നേരിട്ട് മഴ കൊള്ളുന്നത് പൂക്കൾക്ക് അതിൻ്റെ ലൈഫ് പോകും. അതുപോലെ ഡെൻഡ്രോബിയത്തിൻ്റെയൊക്കെ സീഡ്ലിങ്സ് ഒക്കെ പെട്ടെന്ന് ചീത്തയായി പോകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ജിജി അങ്ങനെയും കൂടി ഒന്ന് കെയർ ചെയ്യുന്ന കാര്യം ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ ചെറിയ സീഡ്ലിങ്സ് വാങ്ങി വളർത്തി വലുതാക്കി അത് സ്പൈക്ക് വരുന്നവരെ നോക്കിയിട്ട് അത് ചെറിയൊരു വരുമാനത്തിന് വേണ്ടിയിട്ട് വിൽക്കാനും ജിജി ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ തയ്യാറെടുപ്പുകളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല രീതിയിൽ സ്പൈക്കൊക്കെ വന്ന് ചെടികൾ ഹെൽത്തായി കഴിഞ്ഞ് കഴിയുമ്പോൾ ജിജി അത് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്ന് ഇവർ എന്നെ അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ജിജിയുടെ കോൺടാക്റ്റ് നമ്പർ നിങ്ങൾക്ക് നൽകാം. അപ്പോൾ ആ ഒരു നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ചെടി അയച്ചു തരൂ കേട്ടോ. നേരിട്ട് വന്ന് വാങ്ങുന്നവർക്കും അങ്ങനെ വാങ്ങാം.
നമ്മുടെ ഈ മഴക്കാലത്ത് നമ്മുടെ ഡെൻഡ്രോബിയത്തിനെയും അതുപോലെ വാൻഡ മൊക്കാറ മറ്റുള്ള ഓർക്കിഡിനെയൊക്കെ ബാധിക്കുന്ന ഒരു ചീച്ചൽ രോഗമുണ്ട്, പൂപ്പൽ രോഗം. അത് ചീഞ്ഞു പോകുന്നൊരു ഇതുണ്ടെങ്കിൽ അതിന് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫെർട്ടിലൈസർ ജിജി എനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല സക്സസ് ആയിട്ടുള്ള ഇത് തന്നെയായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അത് വീഡിയോ നീണ്ടു പോകുന്നുള്ളത് ഞാൻ അതിനെപ്പറ്റി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. അടുത്തൊരു വീഡിയോയിൽ ആ ഒരു നല്ലൊരു എന്താ പറയുക ചീച്ചൽ രോഗത്തിനും പൂപ്പൽ രോഗത്തിനും പറ്റിയ ഒരു ആൻറ്റിബയോട്ടിക്കിനെ പറ്റിയിട്ട് പരിചയപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഒരു 9 മാസമാണെന്ന് തോന്നുന്നു. അതിന് മുമ്പ് ഞാൻ ഇട്ടിരുന്ന വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ കുറച്ച് കൂടുതൽ ജിജി നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഇഷ്ടം എന്നെയും അതുപോലെ ജിജിയെയും കമൻസായിട്ട് അറിയിക്കണം. നമ്മുടെ ഈ വീഡിയോ എനിക്ക് എടുത്ത് അയച്ചു തന്നത് ജിജി തന്നെയാണ്. കാരണം നിങ്ങൾക്കറിയാലോ, ഞാൻ കൈയുടെ സർജറി കഴിഞ്ഞ് വീട്ടിൽ റെസ്റ്റിലാണ്. അപ്പോൾ ഇതേപോലെ മനോഹരമായ ഈ പൂക്കളുടെ കാഴ്ച നമുക്ക് മറ്റുള്ളവരിലേക്കും കാണിക്കണമെന്ന് പറഞ്ഞപ്പോൾ ജിജി ഒരു മടിയും കൂടാതെ എനിക്കത് അയച്ചു തന്നു കേട്ടോ. ജിജി ഒത്തിരി സന്തോഷം, നന്ദി പറയുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഗാർഡനിൽ ഇതുപോലെ മനോഹരമായ കാഴ്ചകളുണ്ടെങ്കിൽ എന്നെ അറിയിച്ചോളൂ കേട്ടോ. നമുക്ക് ഇതുപോലെ ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് നമ്മുടെ സന്തോഷം മറ്റുള്ളവരിലേക്ക് അറിയിക്കാം. നമ്മുടെ ചാനൽ ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒത്തിരി ഗുണമുള്ള ഒത്തിരി ഉപകാരമുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്ത് പോകുന്നുണ്ട്. ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.